പറഞ്ഞേ. അതെ, നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അന്നേരം എല്ലാം കാണാം, ഉള്ളവരെ എല്ലാം കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് നീക്കിയാൽ മതി. ബൈജുവിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് കളയാൻ അറിയത്തില്ലയോ? മിക്കവാറും അത് ഞാൻ നോക്കിയിട്ട് പറ്റിയുന്നില്ല. ഞാൻ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചാ. സെലിനെ എന്നോട് വിശേഷം, ജോലിയൊക്കെ എങ്ങനെയുണ്ട്? തിരക്കാണോ? തിരക്കാടി, കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. ആണോ? ബിൻസി എവിടാ ഇപ്പൊ? തടിയൂര്. ഞാനേ മാരാം കൺവെൻഷനെ ആ വിഷറി ഇല്ലായിരുന്നു, വിഷറി ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ? ഞാൻ എന്റെ പിള്ളേരെ കാണിച്ചു കൊടുത്തത്. അപ്പൊ എന്നോട് പറഞ്ഞു ഇത്രയും വലിയ അച്ഛനൊക്കെ അമ്മയുടെ കൂടെ പഠിച്ചു. ഞാൻ പറഞ്ഞു ആ അച്ഛൻ എന്റെ കൂടെ പഠിച്ചോ. നീ ദൈവത്തെ ഓർത്ത എന്നോട് ആരാണ്ട് പറഞ്ഞു നിന്റെ പടം ആരാടാ ചവിട്ടിയെ ശരിയാക്കുന്നൊക്കെ. അല്ല സിനി മിൻസി ഇതിൽ കോഴഞ്ചേരി കൂടെ ഒക്കെ ഇടയ്ക്ക് സ്കൂട്ടറിലൊക്കെ വരും. അവൾ സ്കൂട്ടറിലാണ് വരുന്നത് തടിയൂന്ന് കുഴിക്കാലേക്ക്. ആ 2 പിള്ളേരെയും കൂടെ സ്കൂട്ടറിലാണ് വരുന്നത്. ആ 2 പെൺമക്കൾ. 2 പിള്ളേർ, പെങ്ങൾക്ക് 2 പിള്ളേർ, എനിക്ക് ഒരാളേ ഉള്ളൂ. അവള് +1 കഴിഞ്ഞു. ബെൻസി ട്വൽത്തിലോട്ട് പോവാ. ഇവിടുന്ന് കുഴിക്കാലെന്ന് പോയോ? തിരുവല്ലയിലായിരുന്നു. ഇനിയിപ്പോ ഞാൻ കോട്ടയത്ത് വന്നപ്പോ അവളെ ഇവിടോട്ട്, ഞാൻ അവളെ തിരുവല്ല SC-യിലായിരുന്നു. ഇനിയിപ്പോ അവളെ കോട്ടയത്ത് ഞങ്ങൾ പഠിക്കുന്നത്. ആരാണോ? ഏത് ക്ലാസ്സിലാണ് ബെൻസി? അവൾ ബയോളജി സയൻസ് എടുത്തേക്കുന്നത്. ഇവക്ക് അറിയാമായിരിക്കും, എന്റെ മോൾക്ക് അറിയാമായിരിക്കും. അവള് കൊമേഴ്സ് എടുത്തത്. ഇനിയിപ്പോ അവളെ ഇവിടെ ചേർക്കാനായി കോട്ടയത്ത് MD-യിലോട്ട് ചേർക്കും. മോന്റെ പേര് ആരോൺ അജി വർഗീസ് എന്നാ. എങ്ങനെ ബെൻസി? ആരോൺ അജി വർഗീസ് മോന്റെ പേര്. എന്റെ പുത്രി ഇതാണ്ട്. ഹായ് മോളെ. അറിയാമോ ആരോണെ? അറിയാമോ? അവൻ ഫോട്ടോ എല്ലാം കണ്ടായിരിക്കും, പേരങ്ങനെ അറിയാൻ ചാൻസ് കുറവായിരിക്കും. ഓതറയാ വീട്. NSS-ലുണ്ടോ? ആ ഉണ്ട്, NSS-നുണ്ട്. എന്നാ എനിക്ക് തോന്നറിയാം, മനസ്സിലായി തോന്നുന്നു. നീളമുള്ള എനിക്ക് ശരിക്കും മനസ്സിലായി, എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയാം അതായിരിക്കും. ഇവൻ ഈ വലിയ ഫെലോഷിപ്പ് പറഞ്ഞത്. അല്ല, ഈ പഴയ പോലെ നമ്മുടെ ഒന്നും കാലത്തുള്ള ഈ ഫെലോഷിപ്പുകളൊന്നും പിള്ളേർക്ക് അത്ര ഇല്ലല്ലോ. ഇവർ തമ്മിലൊന്നും അറിയാനേ. അപ്പൊ ഈ നമ്മൾ വിളിച്ചു കൂട്ടേണ്ട ഉദ്ദേശം ആരാ പറയുന്നേ? അച്ഛൻ തന്നെ പറ. അച്ഛൻ തന്നെയല്ലേ അച്ഛൻ തന്നെയല്ലേ ഐഡിയ വെച്ചത്? അതെ, കല്യാണത്തിനൊക്കെ പറയുന്നവരല്ലേ. ജിബി എബ്രാം ഒക്കെ നാട്ടിൽ വന്നു. നമുക്കൊരു നമ്മൾ നേരിട്ടൊന്ന് കൂടിയാൽ നല്ലായിരുന്നു അല്ലേ? ഞാനും ജിബിയും ഒക്കെ മിക്കവാറും വരുന്ന ഡിസംബർ സമയത്ത്. ഇവൻ ജിബി പക്ഷേ ഇടയ്ക്കൊക്കെ വരുന്നില്ല. എനിക്ക് ഇടയ്ക്കൊക്കെ വരാറില്ല ഇവിടെ നാട്ടിൽ. അവൻ കഴിഞ്ഞ മാസം 10 ദിവസം ഉണ്ടായിരുന്നു. ഡിസംബറിലും വന്നിട്ടുണ്ടായിരുന്നു. അതെ ഡിസംബറിലാണ് മിക്കപ്പോഴും ഞാൻ വരാറുള്ളത്. ഈ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ ചോദിച്ചിട്ടാ കയറ്റി വിടാവേ. ആധാർ കാർഡും പാൻ കാർഡും ബിൻസിയോട് പറയാ ചോദിച്ചിട്ടേ കയറ്റി വിടാമെന്ന്. ID കാർഡ് അത് തന്നെ. മൊബൈലിന്റെ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ നെയിം ഇല്ലല്ലോ. നെയിം അടിച്ചാലല്ലേ വരത്തുള്ളൂ. അത് സിസിലിയാണ്. ഞാൻ എന്റെ ഫോട്ടോ കാണുന്നില്ലേ സിജിയാ? ഇല്ല. അല്ല, റിയൽമി കണ്ണാടിയൊക്കെ വെച്ച് അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. കണ്ണ് കാണത്തില്ലടി, കണ്ണാടി ഷോയ്ക്ക് വെച്ചല്ല, കണ്ണ് കാണാത്തോട്ട് വെച്ചേക്ക്. ഇവന്മാരും വെക്കാത്ത, ചുമ്മാ ജാറയ്ക്ക് വെക്കാത്ത, എനിക്ക് തോന്നുന്നതാ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉള്ളു ഇപ്പൊ കണ്ണാടി വെക്കുന്നത്.
മൊബൈലിന്റെ സ്ക്രീൻ എനിക്ക് പ്രയാസമാണ് കണ്ടു മീൻസ് ക്ലിയർ ആക്കാൻ. മൊബൈലൊന്നും കുഴപ്പമില്ല. ആണോ? അയ്യോ സൂസൻ എന്താ ഒന്നും മിണ്ടായിരിക്കണം? സൂസൻ എന്തെങ്കിലുമൊക്കെ പറയാ സൂസ. സൂസനെ UK പോയിട്ട് എത്ര ആളായി സൂസ? ഞാനിപ്പോ 5 വർഷം ആകുന്നു അച്ഛാ. അത്രയായി നീ പോയിട്ട്? അതെ അതെ. ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടോ പിന്നെ വന്നിട്ടുണ്ടോ? എന്തോ പിന്നെ നാട്ടിൽ വന്നോ? ഇവിടെ പോയതിന് ശേഷം നാട്ടിൽ വന്നിട്ടുണ്ടോ? വന്നു 2-3 പ്രാവശ്യം വന്നു. എനിക്കൊന്ന് ഒരു പ്രാവശ്യം എങ്ങാണ്ട്. വീട് പണി കഴിഞ്ഞോ സൂപ്പർ? എന്തോ വീട് പണി കഴിഞ്ഞു. മനോജിന്റെ വീട് പണി പിന്നെ അതൊക്കെ കഴിഞ്ഞ് കൂതാശം കഴിഞ്ഞടാ. പൂർത്തിയായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അത് സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ ഇപ്പം അല്ല വീട്ടില്ല. ഇപ്പൊ സുജയുടെ വീട് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. എങ്ങനെയുണ്ട് പപ്പായ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ആ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഇടയിൽ ഒരു പനിയായിരുന്നു, അന്നേരം ഇന്നലെ ആശുപത്രിയിൽ പോയിട്ട് വന്നു പറഞ്ഞു. ആ കഴിഞ്ഞ ദിവസം എന്നോട് ഓമന വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത്. റൂമിനോട് പറഞ്ഞായിരുന്നു. ആ അന്നേരം ഞാൻ അറിഞ്ഞത്. ആണോ? ഫിജിയെ കാണുന്നില്ലല്ലോ. ഫിജി വീഡിയോ ഓണായില്ല. പിള്ളേരോട് പറ അതൊന്ന് ഓണാക്കാൻ. പിണങ്ങിയിരിക്കുവാടാ. ഏ അവിടെ കുഞ്ഞല്ലേ മോനല്ലേ? മോനാണോ അത്? അതെ. പിള്ളേരെ പഠിക്കുന്നത് അച്ഛനാ. മലയാളമൊക്കെ അറിയുമോ? മലയാളം അറിയാം സൂസനെ? മലയാളം മനസ്സിലാകും, പക്ഷെ തിരിച്ചു പറയാൻ അത്ര അറിയത്തില്ല. 5 വർഷമായില്ലേ? പഠിക്കുന്നത് 5 വർഷം ഖത്തറി വെച്ച ഇവര് അത്ര മലയാളം പറയത്തില്ലായിരുന്നു. അതെ അതെ. അങ്ങനെ പിന്നെ പിന്നെ അച്ഛനെ നീ അവനെ പരിചയപ്പെടുത്തി അവൻ ആദ്യം ചോദിക്കും ലോഹ അത് ചോദിക്കും. അല്ലെ പണ്ട് നമ്മുടെ കുഴിക്കലപ്പള്ളി അല്ലടാ അല്ല അയ്യോ അല്ലടാ അല്ല അച്ഛൻ നമ്മൾ തമ്മിൽ പണ്ട് സ്കൂട്ടറിൽ പോയപ്പോഴേ ഓർക്കുന്നോ? PS തോമസ് അച്ഛനെ. കാണുന്നില്ല. ആരെയാ? PS തോമസ് അച്ഛൻ നമ്മളെ പള്ളിയുടെ അവിടെ വെച്ച് പിടിച്ച് ഓർക്കുന്നുണ്ടോ? നീ എന്താ നേരത്തെ കയറിയിരിക്കാന്നോ? അന്നേരം അന്ന് അച്ഛന് അന്ന് ഷമ്മാശൻ എങ്ങാണ്ടായ സമയത്താ കുപ്പായ ഇട്ടുകൊണ്ട് നടക്കോ അല്ലെങ്കിൽ കാണുന്ന പിള്ളേരല്ലേ എടാ പോടാന്ന് വിളിക്കുമെന്ന് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? കുഴിക്കാലക്കൂടെ പോകുമ്പോ ഞാനിപ്പോഴും ഓർക്കുന്നു. സൈമൺ കുര്യൻ അച്ഛന് പിന്നെ പാൻറിട്ട് വന്നാലും അതുപോലെ വിളിക്കും. അയ്യോ തോന്നുന്നു കേട്ടോ. സമയം കഴിയാറായെന്ന് തോന്നുന്നേ. എന്റെ സൂസൻ ഉണ്ടോ? അറിയാമെന്ന് തോന്നുന്നു ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനെ. ജോൺ മാത്യു എന്ന് പറയും. അബു ആണോ? അല്ല, ജോൺ മാത്യു എന്ന് പറയും, മല്ലപ്പള്ളി. അറിയാം. വീട് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെയുള്ളവരെല്ലാം ഞങ്ങളുടെയൊക്കെ ബാച്ചിന്റെ സീനിയറും അങ്ങനെയൊക്കെ ഉള്ളവർ. അബു എന്റെയൊക്കെ ജൂനിയർ. ഞങ്ങളുടെ ബാച്ചിലുള്ളവരൊക്കെയാ കൂടുതൽ. സന്തോഷം. കോട്ടയത്ത്. കോട്ടയത്ത്. ഞാൻ 2006 അച്ഛനാ. 20 വർഷമായി. 20 വർഷമല്ലേ? സെലിബ്രേറ്റ് ചെയ്യണ്ടായോ? ഇപ്പം കോട്ടയത്ത് ഇടവെക്കലാണോ അച്ഛൻ? അല്ലടാ ഞാനേ ചുമ്മാ ഇതുപോലെ ആഗ്രഹം ഒരു PhD ഒന്ന് എടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ സെമിനാരി വീണ്ടും ചോദിച്ചേക്കും. 4 വർഷം ഇനി ഇവിടെ പഠിക്കണം. കോഴ്സ് വർക്കിനാ ഞാൻ കൽക്കട്ട പോയത്. അതാ അടാ ഷൈജു അടുത്ത ചിലവ് വരുന്നുണ്ട്. ഡോക്ടറേറ്റ് കിട്ടും. ഡോക്ടറാവും നമ്മുടെ ഗ്രൂപ്പിലൊരാൾ. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ചെലവ് ചെയ്താൽ മതി. എന്നോട് കേട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് കൂടാതെ. പിന്നെ അതെങ്ങനെ ഒരു 18 വന്നിട്ടുള്ളൂ. അല്ല ഞാൻ പറഞ്ഞിട്ട് ഇത് നല്ലൊരു കാര്യമാണ്. ബിൻസി ഇത് വീഡിയോ കാണുന്നില്ല. അല്ല ഞാൻ പറയുന്നത് ഇത് ബിൻസി ഇത് നല്ല കാര്യമാണ്. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് തന്നെ മതി അല്ലേ? ഇത്രയും പേർക്ക് കയറാൻ പറ്റിയല്ലോ. ഇതിലെന്താ കുഴപ്പമെന്ന് വെച്ചാല് എല്ലാവർക്കും ഒന്നും ഇത് കണ്ടില്ലേ, ഇപ്പൊ 2-3 പേരെ കിട്ടുന്നില്ല. അത് അവർക്ക് ആ ഒരു സിസ്റ്റം ഇപ്പൊ ബിനു വർഗീസ് എന്നോട് വാട്സപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ട് കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ജിബി എന്നെ മുമ്പേ ഞാനും കണ്ടത് ബിൻവറീസ് കുറെ നേരമായിട്ട് ട്രൈ ചെയ്യുന്നു. ഷൈജു എനിക്ക് കമ്പ്യൂട്ടറിലാണ് നമുക്ക് എല്ലാവരെയും മീൻസ് കേറുന്നവരെല്ലാം കാണാം.
ലാപ്ടോപ്പിലാണെ കാണാൻ പറ്റും. ശരിയാ അത് പറഞ്ഞ്. മൊബൈലാണെങ്കിൽ നമുക്ക് അത്ര ഒരു ഉം. ഇതിലെല്ലാവർക്കും ഓരോ കമ്പ്യൂട്ടർ മേടിച്ചു കൊടുക്കാം. ആ നെബു ആണോ? ആരാ രഘുവാണോ? നെബു എടാ വീഡിയോ കാണിക്കടാ. അവൻ അത്രയും കഷ്ടപ്പെട്ട് അത് പറയാൻ വന്നത് മുഖം കാണിക്കടാ. കിട്ടുന്നില്ല, എന്തോന്നറിയില്ല. നീ എന്നാ ഇത് ഒന്ന് uninstall ചെയ്തത്? ഓ ഇനി അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് കിട്ടത്തില്ല. നിന്റെ സെറ്റിംഗ്സിൽ പോയി ക്യാമറ ഓൺ ചെയ്യണം. ആ എടാ അത് അലോ ചെയ്യണോടാ. അല്ലല്ല ആ പെർമിഷൻ അലോ ചെയ്യണം. പെർമിഷൻ അലോ ചെയ്യണം. ആ എടാ മൈനസ് ജനിക്കാത്ത കഥ ഇരിക്കുന്നത്. ഓ അതാടാ അത് ഇന്നലെ ഞാൻ സെറ്റിങ് ചെയ്ത തീംസ് മാറ്റിയതാ. ഞാനത് മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കണ്ടത്തിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ? ആ അതല്ല അച്ഛാ അത് ഞാൻ ഇന്നലെ ബിൽസി ഇട്ടപ്പോഴേ ഞാനത് കയറി അന്നേരം തീംസ് സെറ്റ് ചെയ്ത് വെച്ചതാ. അത് മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. വീഡിയോ നോക്കിയിട്ട് വീഡിയോ കിട്ടുന്നില്ല. നെബു എന്താണ് വിശേഷം? സിന്ധു വന്നു. ഓ വന്നടാ കുന്നേലമ്മ വന്നടാ. കുന്നേലമ്മ വന്നേ. കുന്നേലമ്മ വന്നേ. ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതാ കുന്നേലമ്മ എന്ന് പറഞ്ഞേ. അതെ അതെ നമ്മുടെ കുന്നേലമ്മ. നമ്മുടെ അവളുള്ള ഇത്ര ലൈവായിട്ട് പോകുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യേ. ലതയോടെ വേണമായിരുന്നു. മൈക്കിന്റെ ലതയ്ക്ക് ഇടയിലൊന്ന് നാണോ? അത് വന്നതേ ഇല്ല. റെഡ് കളറിലുള്ള ഓക്കെ. ആ ഇപ്പൊ കേക്കാം പറഞ്ഞോ. ജിജി, നീയും അച്ഛനും ഇവിടെ കണ്ണാടി വെച്ചു. നിങ്ങൾക്ക് ഇത്രയും പ്രായമായി. ജിജി നമ്മൾ രണ്ട് വളരെ ഇതുങ്ങളൊന്നും പ്രായമായിട്ടില്ല കേട്ടോ. ഇവരെല്ലാം ഇപ്പോഴും കിടക്കുന്നേ ഉള്ളൂ. എനിക്ക് ചെവിയും കേൾക്കാൻ വയ്യ, കണ്ണും കാണത്തില്ല. എനിക്ക് ആയടാ. ചെവിക്ക് പോയതിന്റെ അതല്ല ഇന്ന് സി ആയിട്ട വോയിസ് അവർക്ക് കേൾക്കാൻ പറ്റിയില്ല. എനിക്ക് സിയായിട്ട് വോയിസ് ഒന്നും എനിക്ക് കേൾക്കാൻ അത് സൗണ്ട് കുറച്ചാ പറഞ്ഞത്. ആന്നു. ഇങ്ങനെ വെക്കണമായിരുന്നു. ആ അത് തന്നെ നാത്തൂന്മാരുള്ളതുകൊണ്ട്. മോളൊക്കെ അതുപോലെ ഇരിക്കുന്നു. ആരെ? എൽസയൊക്കെ അതുപോലെ ഇരിക്കുന്നു. പിന്നെ അവളെങ്ങനെ മാറ്റവും വണ്ണമൊക്കെ വെച്ചെന്നല്ലോ. ഉള്ളു ഫേസ് ഒക്കെ അതേ സെയിം തന്നെ. മാറിയിട്ടില്ല. ഇന്ത്യയുടെ കുറച്ച് മുടി പോയെന്നേ ഉള്ളൂ, അല്ല ഒരു മാറ്റവും ഇല്ല. ഷേപ്പൊക്കെ അതുപോലെ തന്നെയാ. അവൻ ജയിലിലായിരുന്നു. ഒരാഴ്ചയായിട്ട് ജയിലിലായിരുന്നു. അവിടെ നിന്ന് മൊത്തം അടിച്ചു വിട്ടു. ജിജി എല്ലാം നരച്ച് കാണുക. ഗോദ്രേജ് ആയിരിക്കും. ഗോദ്രേജ്. ഇല്ല ഇല്ല, എന്റെ മുടി അങ്ങ് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ, തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഒന്നും അടിച്ചിട്ടില്ല. എൻ്റെ ആണ് താടി എല്ലാം മൊത്തം നരച്ചിരിക്കാം. ആ അത് തന്നെ. ബെൽറ്റ് വാർപ്പൊക്കെ ഇല്ല, കോതറേജ് ഒന്നും അടിച്ചിട്ടില്ല. തലമുടി ഇതുവരെ നനയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇവിടൊക്കെ ഒന്ന് രണ്ടെണ്ണം നനച്ചു. അമ്മച്ചിയായി എന്നുള്ളൊരു ലക്ഷണം, അമ്മച്ചിയായി എന്നുള്ളൊരു ലക്ഷണം അങ്ങിങ്ങൊക്കെ. ഇവിടെ കാണിക്കും, കാരണം വെള്ളം ക്ലോറിൻ വെള്ളമല്ല. ഒന്നുമില്ല, ഓരോരുത്തരായിട്ട് പറ, അല്ലെങ്കിൽ ഒന്ന് ഇതെല്ലാം കൂടെ ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു അവിയൽ വരുമോ? കൈ വെക്കും. മറ്റേ ഇതിന് കൈ വെക്കും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കൈ വെക്കുന്ന പോലെ. സാറേ ഞാൻ പറയാം ആൻസർ എന്ന് പറയാം. കാശ് കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തിനാണ്? ഒരു ടൈമില്ലേ? ടൈം 45 മിനിറ്റ്സ് വരെയാണ് കേട്ടോ. നിന്റെ പൈസ അല്ലല്ലോ പോകുന്നത്. ബെൻസി അതിന്റെ ഓണർ അവിടെ ശരിക്കും പോട്ടു. അല്ല, പോയാലും നമുക്ക് വേറെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്തത് കയറാം. അല്ല ബിൻസി നീ നെബുവിനെ കയറ്റി വിട്ട പാൻ കാർഡ് വാങ്ങിച്ചിട്ടാണ് കയറ്റി വിട്ടേ? ഇല്ല, ഒന്നും മേടിച്ചില്ല. പൂവൊന്നും മേടിച്ചില്ല. അത് പാൻ കാർഡ് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അതിനകത്ത് നമുക്ക് പൈസ എടുക്കാമായിരുന്നു. എന്താ കിട്ടാത്ത വിഭു ഒക്കെ വന്ന് കാണും. അവൻ നല്ല ജോലിക്കൊക്കെ പോയിട്ട് വന്ന് കാണും.
സെലിനുണ്ട്. സെലിന് വീഡിയോയും ബൈക്കും ഓഫ് ആണെന്ന് തോന്നുന്നു. ശരി. ഇടയ്ക്ക് ലിസ്റ്റിൽ വന്നായിരുന്നു. ലിസ്റ്റിൽ ഞാൻ കാണുന്നില്ല. ഈ റെഡ്മി 9 സെലിനാണോ? റെഡ്മി 9 ആരാ? വന്നായിരുന്നു ഒരു ഇത് ഞാൻ കണ്ടായിരുന്നു. ലിസ്റ്റിൽ വന്നായിരുന്നു. ലതയൊന്നും വന്നില്ല. ഓ ഞാനൊന്ന് കണ്ടായിരുന്നു. അല്ല ഈ റെഡ് വീഡിയോ കോളിൽ വരത്തില്ലടാ. ഞാൻ വീഡിയോ കോളിൽ വിളിച്ചിട്ട് എന്നെ അല്ലാതെ വിളിച്ചിട്ട് പറഞ്ഞു, എടീ ഞാൻ വീഡിയോ കോളിൽ വരത്തില്ല, എനിക്ക് ഇഷ്ടമല്ലടി, ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ബിൽസി ഈ റെഡ്മി 9 ആരാ? എന്തോ എനിക്കറിയാം. അവിടെ ലതയാണോ? ആ ലത. അല്ല ഞാൻ ചോദിച്ച ഈ റെഡ്മി 9 ആരാ? പൊട്ടിച്ച് വെച്ചാൽ മതി. ഞാൻ പറയട്ടെ ആദ്യത്തെ 2 പ്രാവശ്യം ഇതേ ഉള്ളു, പിന്നെ അങ്ങനെ പരിചയമായി കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. ബൈജുവിനെ ഇനി പോയെന്ന് തോന്നല്ലോ. സിനി പോയി. സിനിയില്ല, സിനി പോയി. സിനിമ ഉണ്ടായിരുന്നോ? സിനി പി വർഗീസ്. അവിടെ എനിക്ക് തോന്നുന്നു ഡ്യൂട്ടിയിലാന്ന് തോന്നുന്നു. സിനി പി സിന്ധുമോൾ ഉണ്ടായിരുന്നു. സിയ വന്നായിരുന്നു. സിയ പള്ളിയിൽ പോയി. ഉണ്ടായിരുന്നോ? വന്നിട്ട് പോയി. ആദ്യമേ സിയ പോയായിരുന്നു. സിയ പള്ളിയിൽ പോയടെ. കുഴപ്പമില്ല. ഇതിപ്പോ അല്ല കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് ടൈം അല്ലേ? കണ്ടില്ല, അത് കഴിഞ്ഞ കണ്ടില്ല. ഫസ്റ്റ് ടൈം അല്ലേ? ഇടയ്ക്ക് എന്താ ജിബി? വന്നോ? ഞാൻ അച്ഛൻ തിരിച്ചു വന്നോ? ഞാൻ തിരിച്ചു വന്നു. വന്നോ? കോട്ടയത്തെത്തി. ആ ഓക്കെ. ഇന്ന് പള്ളിയിൽ പോയി കുമ്പസത്ത് ചെയ്തു. ഇന്ന് കുമ്പസാരിച്ചില്ല, 2-3 ആഴ്ചക്ക് മുമ്പ് കുമ്പസാരിച്ചു. അത് മിനിങ്ങാതെ. എല്ലാം പറഞ്ഞു. അവളിപ്പോ പാവമൊന്നും ചെയ്തില്ല. ഓ അച്ഛ അതല്ല, തിരുവനന്തപുരത്ത് പോയപ്പോ ഒത്തിരി പാവം ചെയ്തു. പൊട്ടിക്കാത്തതുണ്ട്. അവള് തിരികെ പോയി കണ്ടോ പാവം. ആ തിരുവനന്തപുരത്ത് പോയി അവിടെ ഇറങ്ങി തിനിയൊക്കെ കണ്ട്. തിനിയെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിപ്പോ. ഒത്തിരി നാളുകൾക്ക് ശേഷം തിനി അതുപോലെ ഇരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഒരു കമന്റ് ഇടണമെന്ന് ഓർത്തതാ. ഫിലിപ്പീനി നേഴ്സുമാരുടെ അതേ ലുക്കാ സിനിമക്ക്. ഈ ഗൾഫിലുള്ളവർക്കറിയാം. നീ അവിടെ പറഞ്ഞോ, കുഴപ്പമില്ല. ബൈജുവേ, ആ നീ അവിടെ വല്ല മേടിച്ചു വെച്ചു കേട്ടോ. അല്ല ഫിലിപ്പീനി നേഴ്സുമാരുടെ അതേ ഫിഗറാ. കട്ടായോ?